Dear students, welcome back to Veranda Arrays YouTube channel. നമുക്ക് റേഷ്യോ പ്രൊപ്പോർഷൻ വേരിയേഷൻ എന്നുള്ള കംപ്ലീറ്റ് കോഴ്സിൻ്റെ 7th പാർട്ടിലേക്കാണ് നമ്മൾ കിടക്കുക. അപ്പോൾ ഈ 7th പാർട്ടിൽ നമുക്ക് പ്രധാനമായിട്ട് പ്രിപ്പയർഡ് ആകേണ്ടത് പ്രൊപ്പോർഷൻ എന്നുള്ള കോൺസെപ്റ്റാണ്. അപ്പോൾ റേഷ്യോയും അതിൻ്റെ അടിസ്ഥാന വിവരങ്ങളും ഒക്കെ പ്രീവിയസ് 6 വീഡിയോസിലൂടെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവയൊക്കെ നല്ലപോലെ പ്രിപ്പയർഡ് ആകണം. അപ്പോൾ ഈ 7th പാർട്ടിൽ പ്രൊപ്പോർഷനെ കുറിച്ചുള്ള കംപ്ലീറ്റ് കോൺസെപ്റ്റ്സുമാണ് നമ്മളിവിടെ മനസ്സിലാക്കുക. എന്താണ് ഈ പ്രൊപ്പോർഷൻ? ഈ പ്രൊപ്പോർഷൻ റേഷ്യോയുമായിട്ടുള്ള ഡിഫറൻസ് എന്തായിരിക്കും എന്നുള്ളതാണ്. പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, 2 റേഷ്യോസ് തമ്മിൽ തുല്യതയുണ്ടെങ്കിൽ ആ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന വേരിയബിൾസ് ഒക്കെ അല്ലെങ്കിൽ ക്വാണ്ടിറ്റീസ് ഒക്കെ പ്രൊപ്പോർഷനിലാണ് എന്ന് പറയാം. അപ്പോൾ കാര്യം എത്രയേ ഉള്ളൂ, ഇവിടെ നമുക്ക് പറയാം ഇഫ് എ ഈസ് ടു ബി ഈസ് ആസ് ടു, ഇങ്ങനെ 4 കുത്തിടും കേട്ടോ, 2 ഫുൾ കോളംസ് അവിടെ കൊടുക്കും. സി ഈസ് ടു ഡി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ ഈസ് ടു ബി ഈക്വൽ ടു സി ഈസ് ടു ഡി എന്ന. ദെൻ ഇഫ് എ ഈസ് ടു ബി ഈക്വൽ ടു സി ഈസ് ടു ഡി, അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈക്വൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. ദെൻ എ ബി സി ആൻഡ് ഡി ആർ ഇൻ പ്രൊപ്പോർഷൻ, ആർ ഇൻ പ്രൊപ്പോർഷൻ. അപ്പം ഇങ്ങനെ വന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂസ് ഒക്കെ പ്രൊപ്പോർഷനിലാണ് എന്ന് പറയാം. എ ബി സി ആൻഡ് ഡി ആർ ഇൻ പ്രൊപ്പോർഷൻ ആൻഡ് ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ്, അപ്പോൾ ഇതിനെ എഴുതുന്ന രീതി ഞാൻ ആദ്യമേ കാണിച്ചു. ഇങ്ങനെ 2 ഫുൾ കോളം ഇടും, സി ഈസ് ടു ഡി. ഇത് വായിക്കുന്നത് ഇങ്ങനെ വായിക്കുന്നത് ഈസ് ആസ് ടു എന്നാണ് കേട്ടോ. എ ഈസ് ടു ബി ഈസ് ആസ് ടു സി ഈസ് ടു ഡി. ഇവിടെ മറ്റൊരു പ്രധാന പോയിന്റ് കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഇവയ്ക്കൊക്കെ ഓരോ പേരുകളുണ്ട്. ഇവിടെ എയെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് പ്രൊപ്പോർഷണൽ. എ ഈസ് കോൾഡ് ഫസ്റ്റ് പ്രൊപ്പോർഷണൽ. എ ഈസ് കോൾഡ് ഫസ്റ്റ് പ്രൊപ്പോർഷണൽ. അപ്പോൾ ബിയെ വിളിക്കുന്ന പേരെന്തായിരിക്കും? ബി ഈസ് കോൾഡ് സെക്കൻഡ് പ്രൊപ്പോർഷണൽ. സെക്കൻഡ് പ്രൊപ്പോർഷണൽ. അപ്പോൾ സി എന്താണ്? സി ഈസ് കോൾഡ് third proportional. C is the third proportional and D last value D is called the fourth proportional. A is the first proportional, B is the second proportional, C is the third proportional and D is the fourth proportional എന്നാണ് അപ്പോൾ ഈ ടേംസിനെയൊക്കെ നമ്മൾ വിളിക്കുന്നത്. ഇവിടെ ഇനി മറ്റൊരു കോൺസെപ്റ്റ്സും കൂടെ മനസ്സിലാക്കിക്കണം, മറ്റൊരു ടെർമിനോളജിയും കൂടെ. ഇത്തരത്തിൽ എ ഈസ് ടു ബി ഈസ് ആസ് ടു സി ഈസ് ടു ഡി ആണെങ്കിൽ ഈ എയും ഡിയെയും വിളിക്കുന്ന മറ്റൊരു പേര് കൂടിയുണ്ട് കേട്ടോ. ഇങ്ങനെ 2 അറ്റത്തുമുള്ള ഈ വാല്യൂസിനെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രീംസ് എന്ന്. എ ആൻഡ് ഡി ആർ കോൾഡ് എക്സ്ട്രീംസ്. അപ്പോൾ ഇവിടെ ബിയും സിയും, അപ്പോൾ ബി ആൻഡ് സി ആർ കോൾഡ് മീൻസ്. അപ്പോൾ എയും ഡിയെയും വിളിക്കുന്ന 2 അറ്റത്തുള്ള വാല്യൂസിനെ വിളിക്കുന്ന എക്സ്ട്രീംസ് എന്നും നടുക്കുള്ള 2 വാല്യൂസിനെ വിളിക്കുന്ന പേര് മീൻസ് എന്നും. ഇവിടുത്തെ ഒരു പ്രധാന റിസൾട്ട് കൂടിയുണ്ട്. എന്താണ് റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ്. അപ്പോൾ ഈ എക്സ്ട്രീംസിൻ്റെ പ്രോഡക്റ്റ്, സോ ദാറ്റ് ഈസ് സെയിം ആസ് പ്രോഡക്റ്റ് ഓഫ് മീൻസ് ആണ്. പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് ഈസ് സെയിം ആസ് പ്രോഡക്റ്റ് ഓഫ് മീൻസ് എന്ന് വെച്ചാൽ എ ഡി, എ ഇൻറ്റു ഡി, 2 അറ്റത്തുള്ള ഈ സംഖ്യകൾ ദാറ്റ്സ് ഈക്വൽ ടു ബി ഇൻറ്റു സി ആയിരിക്കും. എ ഡി ഈക്വൽ ടു ബി സി. അതാണ് പറഞ്ഞത് പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് മീൻസ്. എന്താണ് നമ്മളവിടെ വർക്കിംഗ് റൂളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ കൂട്ടത്തിൽ നമുക്ക് എങ്ങനെയാണ് ഈ പ്രൊപ്പോർഷൻ കോൺസെപ്റ്റ്സ് ആൻസർ കണ്ടുപിടിക്കാണ്ട് ഉപയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ച് കൂടി നമ്മളവിടെ കൺസിഡർ ചെയ്യാം. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളൊന്ന് കൺസിഡർ ചെയ്തു. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യണം 2 is to 6 equal to x is to 12 എന്ന് പറഞ്ഞു എന്ന് കരുത്. 2 is to 6 is equal to x is to 12. Then find the value of x. അപ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ എന്താണ് എക്സ്? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം? അപ്പോൾ ഇവിടെ 3 മെത്തേഡ്സ് ആയിട്ട് നമുക്ക് ഇതിനെ പറയാം. അപ്പോൾ ഇവിടെ മെത്തേഡ് 1. അപ്പം മെത്തേഡ് 1നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ പഠിച്ച പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് മീൻസ് എന്നുള്ള കാര്യം തന്നെ ഇവിടെ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഇവിടെ മനസ്സിലായി ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമാണ്.
പ്രോഡക്റ്റ് ഓഫ് മീൻസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു 6 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 2 ഇൻറ്റു 12 തുല്യമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ എക്സ് എന്താണെന്ന് ചോദിച്ചാൽ 2 ഇൻറ്റു 12 ഡിവൈഡ് ബൈ 6 ആണ്. അപ്പോൾ 6 കൊണ്ട് നമുക്കിവിടെ കട്ട് ചെയ്യാം. 2 ഇൻറ്റു 2 4 എന്ന് കിട്ടി. ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്. അപ്പോൾ ടിപ്പിക്കലായിട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്തു പ്രോഡക്റ്റ് ഓഫ് മീൻസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് എന്നുള്ളതിനെ കൊണ്ടുപോകും. ഇനി ഇവിടുത്തെ സെക്കൻഡ് മെത്തേഡിനെ കുറിച്ച് ചിന്തിച്ചോ. മെത്തേഡ് 2. അപ്പോൾ മെത്തേഡ് 2. ഇപ്പോൾ ഇവിടെ 2:6 ഈക്വൽ ടു x:12 എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് മനസ്സിലാക്കണം ഈ 2ഉം 6ഉം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നോ അതേ ബന്ധം തന്നെയാണ് ഈ എക്സിനും 12നും ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലായി 2 എന്ന് പറഞ്ഞാലേ 6ൻ്റെ 1/3 അല്ലേ. 2 എന്ന് പറയുന്നത് 6ൻ്റെ 1/3 ആണ്. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ 2 വന്നിരിക്കുന്നത്. ഇതേപോലെ എക്സ് എന്ന് പറയുമ്പോൾ 12ൻ്റെ 1/3 ആണെന്ന് എടുത്താൽ മതി. അപ്പോൾ അവ തമ്മിലുള്ള ബന്ധം, റിലേഷൻ. Therefore എക്സ് ഈസ് ഈക്വൽ ടു 1/3 ഓഫ് 12 എന്ന് പറയുമ്പോൾ 4 എന്ന് വന്നില്ലേ. അപ്പം ഇങ്ങനെയും നമുക്കതിനെ കണക്ട് ചെയ്യാം എന്ന് മനസ്സിലായി. ഇനി മൂന്നാമത്തെ റിലേഷനെ കുറിച്ച് നമ്മൾ കൺസിഡർ ചെയ്ത് അതിനെ മൂന്നാമത്തെ മെത്തേഡായിട്ട് പരിഗണിക്കുകയാണ്. മൂന്നാമത്തെ റിലേഷനാണ് ഇവിടെ ഇനിയും കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനെ വീണ്ടും എഴുതി 2:6 അത് x:12 ആണെങ്കിൽ എങ്ങനെ ഇവയെ കണക്ട് ചെയ്യാമെന്നുള്ളതാണ് ഇത്തവണ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെ ഈ 6ഉം 12ഉമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവോ അതേപോലെയാണ് 2ഉം എക്സും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പാർട്ടിലെയും ആദ്യ വാല്യൂസ് തമ്മിലുള്ള റിലേഷൻ, രണ്ട് പാർട്ടിലെയും രണ്ടാമത്തെ വാല്യൂസ് തമ്മിലുള്ള റിലേഷനും തുല്യമാണ്, റിലേഷൻ സെയിം ആണ്. അപ്പോൾ ഇവിടെ മനസ്സിലായി 6 ഇൻറ്റു 2 അല്ലേ 12. അപ്പോൾ ഈ 2 ഇൻറ്റു 2 ചെയ്താൽ മതി, എക്സ് എന്താണെന്ന് കിട്ടും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടി 2 ഇൻറ്റു 2 എന്ത് വന്നു 4 എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെ ഈ 3 തരത്തിൽ സാഹചര്യത്തിനനുസരിച്ച് ഈ 3 തരത്തിൽ നമുക്ക് ആൻസേഴ്സിലേക്ക് എത്തിച്ചേരാം എന്ന് മനസ്സിലാക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. നോക്കിക്കോളൂ. ഇൻ എ പ്രൊപ്പോർഷൻ the product of the first and fourth terms is 70 and that of the second and third terms is 3.5y. The value of y is, അപ്പോൾ നമ്മൾ a:b = c:d ആണെന്ന് കരുതുക. അപ്പോൾ നമുക്കറിയാം പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് പ്രോഡക്റ്റ് ഓഫ് മീൻസും തുല്യമാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം അത് 70 ആണ്. സെക്കൻഡ് ആൻഡ് തേർഡ് ടേം അതിനെയാണ് ഇവിടെ 3.5y എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ രണ്ട് പ്രോഡക്റ്റുകളും തുല്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? 3.5y എന്ന് പറയുന്നത് 70 ആണ്. അപ്പം അങ്ങനെയുണ്ടെങ്കിൽ y എന്ന് പറയുന്നത് 70/3.5 അല്ലേ? 70/3.5. അപ്പോൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തുകൊണ്ടിരുന്നത് നമുക്കറിയാം 2 ടൈംസ് ഓഫ് 3.5 അല്ലേ 7. 2 ടൈംസ് ഓഫ് 3.5 ആണ് 7. അപ്പോൾ ഇത് 20 ടൈംസ് ഓഫ് 3.5 ആയിരിക്കും എന്ത് 70 എന്ന് പറയുന്നത്. 2 ടൈംസ് ഓഫ് 3.5 ആണ് 7. അതുകൊണ്ട് 20 ടൈംസ് വരുന്നതായിരിക്കും 70. അപ്പോൾ നേരിട്ട് ആ റിലേഷനെ നമുക്ക് ഇവിടെ കൊടുത്താൽ മതി. അടുത്തത് നോക്കിക്കോളൂ. ഇവിടെ 1/5:1/x ഈക്വൽ ടു 1/x:1/1.25. അങ്ങനെയാണെങ്കിൽ എക്സ് എന്താണെന്നാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് ഈ റിലേഷനെ കൊണ്ടുവരും. പ്രോഡക്റ്റ് ഓഫ് മീൻസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കൊണ്ടുവരാം 1/x ഇൻറ്റു 1/x ഈസ് ഈക്വൽ ടു 1/5 ഇൻറ്റു 1/1.25. ഇങ്ങനെ എല്ലാത്തിനെയും ന്യൂമറേറ്റേഴ്സ് 1 ആണല്ലേ. അപ്പോൾ എല്ലാത്തിനെയും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും റെസിപ്രോക്കൽ എടുക്കുന്നതായിട്ട് കരുതിക്കും, തിരിച്ചിട്ടു. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുക എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ. ഇവിടെ എന്ത് കിട്ടും? 5 ഇൻറ്റു 1.25 എന്ന് കിട്ടും. എന്താ ഈ 5 ഇൻറ്റു 1.25 എന്ന് പറയുമ്പോൾ 6.25 എന്ന് കിട്ടി. 6.25 എക്സ് സ്ക്വയർ ഈക്വൽ ടു 6.25. ഐഡിയ കിട്ടിയോ? എന്തായിരിക്കും? 625 പരിചയമുള്ളതല്ലേ? 625ൻ്റെ റൂട്ട് എന്തായിരുന്നു? റൂട്ട് ഓഫ് 625 നമുക്കറിയാം. റൂട്ട് ഓഫ് 625 25 ആണ്. അപ്പോൾ 6.25ൻ്റെ റൂട്ട് എന്തായിരിക്കും എന്നാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. എന്തായിരിക്കണം? 6.25ൻ്റെ റൂട്ട്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാം ഇത് 2.5 ആയിരിക്കും. കാര്യം എത്രയോ ഓർത്താൽ മതി.
ഇതിൻ്റെ അകത്ത് 2 ഡെസിമൽ പ്ലേസ് ഉണ്ടെങ്കിൽ അതിൻ്റെ റൂട്ടിൽ ഒരു ഡെസിമൽ പ്ലേസ് ഉണ്ടാവും. കേട്ടല്ലോ, ഇതിൽ 2 ഡെസിമൽ പ്ലേസ് ഉണ്ടെങ്കിൽ റൂട്ടിൽ അതിൻ്റെ പകുതി നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസേ ഉണ്ടാകാവൂ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് കിട്ടി 6.25ൻ്റെ റൂട്ട് 2.5 ആണ്. അതായത് എക്സിൻ്റെ വില എന്ന് പറയുന്നത് 2.5 ആയിരിക്കും. എക്സ് ഈസ് ഈക്വൽ ടു 2.5. ഇതിനെ ഇങ്ങനെ കൊണ്ടുവന്ന വലിയ കാൽക്കുലേഷൻസ് ഇല്ലാതെ തന്നെ കൊണ്ടുവരാൻ പറ്റുമോ നോക്കാം. ഇല്ലെങ്കിൽ എന്തായിരിക്കും? നമ്മളിപ്പോൾ പറഞ്ഞ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ ഒന്നുകൂടെ എടുത്തെഴുതാം. 0.75 ഇൻറ്റു എക്സ് ഈസ് ആസ് ടു, ഞാൻ അതിന് വരെ ഈക്വൽ സൈനും കൊടുത്തു എന്നുള്ളൂ, 5:8. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതിനെ കണക്ട് ചെയ്യാണ്ട് എന്തെങ്കിലും വഴി തോന്നുന്നു? ഇവിടെ നമുക്ക് ഈ 5ഉം 75ഉമായിട്ടുള്ള റിലേഷൻ നോക്കി. 5നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 75 വരിക? 15, 5, 75 ആണല്ലേ? 15, 5. അപ്പോൾ ഇവിടെ മനസ്സിലാക്കണം, ദിസ് ഇൻറ്റു 15 അല്ല 0.15 എന്നെടുത്തു. അപ്പോഴല്ലേ ഈ 0.75 എന്ന് കിട്ടും. ഇതേപോലെ 8നെ ഈ 0.15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ നമുക്ക് എക്സ് എന്താണെന്ന് കിട്ടാൻ. അപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ 8 ഇൻറ്റു 0.15. ഈ 15 നമുക്കറിയാം. 15 എത്രയാണ്? 120 ആണ്. 15 തവണ 8 120. അപ്പോൾ അതുകൊണ്ട് ഇത് 1.2 എന്ന് എടുക്കരുതോ? 1.2. അപ്പോൾ ബി എന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ ഓപ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും. അത് 1.2. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് മീൻസ് എന്നുള്ള ബേസിക് അപ്രോച്ചിങ് സ്റ്റൈൽ അല്ല കൊടുത്തത്. പകരം അവയുടെ മ്യൂച്വൽ റിലേഷൻഷിപ്പിനെയാണ് നമ്മളിവിടെ ഉപയോഗിച്ചത് എന്നുള്ളത് ശ്രദ്ധിച്ചോണം. അടുത്ത നോക്കിയോ, ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഇതൊരു ടിപ്പിക്കൽ ഫോർമാറ്റാണ്. ദ ഫോർത്ത് പ്രൊപ്പോർഷൻ ഓഫ് 5, 8 and 50. അപ്പോൾ അവിടെ 4 തരത്തിൽ ക്വസ്റ്റ്യൻ വരാം. 3 വാല്യൂസ്, ഇതുപോലെ 3 വാല്യൂസ് തന്നിട്ട് ഫസ്റ്റ് പ്രൊപ്പോർഷനിൽ ചോദിക്കാം, സെക്കൻഡ് ചോദിക്കാം, തേർഡ് ചോദിക്കാം, ഫോർത്ത് ചോദിക്കാം. സാഹചര്യം മനസ്സിലായോ? നമ്മൾ പറഞ്ഞു ആരൊക്കെയാണ് ഫസ്റ്റ് പ്രൊപ്പോർഷണൽ, സെക്കൻഡ് പ്രൊപ്പോർഷണൽ, തേർഡ് പ്രൊപ്പോർഷണൽ, ഫോർത്ത് പ്രൊപ്പോർഷണൽ. എ ബി സി ഡി എന്നെടുക്കുമ്പോൾ എ ആണ് അവിടെ ഫസ്റ്റ് പ്രൊപ്പോർഷണൽ. അപ്പോൾ ആദ്യത്തെ പ്ലേസ് കേട്ടോ. രണ്ടാമത്തെ പ്ലേസ് വന്നപ്പോൾ സെക്കൻഡ്, മൂന്നാമത്തെ പ്ലേസ് വന്നപ്പോൾ തേർഡ്, നാലാമത്തെ പ്ലേസ് വന്നപ്പോൾ ഫോർത്ത്. ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഫോർത്ത് പ്രൊപ്പോർഷണൽ ടു 5, 8, 15 എന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം. 5:8 ഈക്വൽ ടു 15:x എന്ന് കൊടുത്തു. ആ നാലാമത്തെ പ്ലേസ് നമ്മൾ വേക്കൻ്റ് ആക്കി കൊടുത്താൽ മതി. ഇതേ വാല്യൂ ചോദിച്ചിട്ട് തേർഡ് പ്രൊപ്പോർഷണൽ ആയിരുന്നു ചോദിച്ചെങ്കിലോ ഇവിടെ വരും എക്സ്. 15 അപ്പോൾ അവസാനം എഴുതിക്കണം. ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ ട്രിക്ക്. ബാക്കിയൊക്കെ റൂള് നമുക്കറിയാം. ഇവിടെ പെട്ടെന്ന് നമ്മൾ കണക്ട് ചെയ്തു. 5 ഇൻറ്റു 3 15. ആദ്യം നമ്മൾ ആ ഓർഡറിനെ മനസ്സിലാക്കി. രണ്ടാമത് അതിനുള്ളിൽ അപ്ലൈ ചെയ്യാനുള്ള ട്രിക്കിനെ മനസ്സിലാക്കുകയാണ്. 5 ഇൻറ്റു 3 15. അപ്പോൾ ഈ 8 ഇൻറ്റു 3 ചെയ്താൽ പോരെ എക്സ് കിട്ടാൻ. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലായി. 8 ഇൻറ്റു 3 എത്രയാണ് വന്നേ? 24 എന്ന് കിട്ടി. 24. ഇങ്ങനെ എളുപ്പത്തിൽ കൊണ്ടുവരാവുന്നുള്ളൂ. അപ്പോൾ ഏത് പ്രൊപ്പോർഷനാണ് ചോദിച്ചിരിക്കുന്നത്, അതിൻ്റെ പൊസിഷൻ ഏതാണ് എന്ന് ശ്രദ്ധിച്ചോണം. മറ്റൊരു പ്രധാന ക്വസ്റ്റ്യൻ ഇത്തരത്തിൽ ഓൾജിബ്രൈക് ഫാക്ടറൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള ഐഡൻറ്റിറ്റിയുടെ ഒക്കെ ആപ്ലിക്കേഷൻ ഓൾജിബ്രൈക് ഫാക്ടറൈസേഷനാണ് ഇവിടെയൊക്കെ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ഇവരെ ഒന്ന് മനസ്സിലാക്കി. ഇവിടെ നമ്മളോട് ചോദിച്ചാൽ വാട്ട് ഈസ് ദി തേർഡ് പ്രൊപ്പോർഷനിലാണ് കേട്ടോ. തേർഡ് പ്രൊപ്പോർഷൻ. അപ്പോൾ ഇതിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാം നമുക്ക് ഇങ്ങനെ മനസ്സിലായി. ആദ്യത്തെ ആൾ a² പ്ലസ് 2ab പ്ലസ് b² ഈസ് 2. രണ്ടാമത്തെ ആളെ കൊണ്ടുവന്നു. അത് a മൈനസ് b ഈക്വൽ ടു. തേർഡ് പ്രൊപ്പോർഷനിലാണ് മിസ്സിങ്. അവിടെ ഞാൻ കൊണ്ടുവന്നത് എക്സ് ഇട്ടു കേട്ടോ. തേർഡ് പ്രൊപ്പോർഷനിലെ സ്ഥലത്ത് കൊണ്ട് എക്സ് എന്നിട്ടു. ലാസ്റ്റ് ആര് എഴുതാം? a² മൈനസ് b². a² മൈനസ് b². ഇതാണ് ഈ അറേഞ്ച്മെന്റ്. അപ്പോൾ നമുക്ക് മനസ്സിലായി പ്രോഡക്റ്റ് ഓഫ് ദീസ് ടു വാല്യൂസ്, പ്രോഡക്റ്റ് ഓഫ് ദീസ് ടു വാല്യൂസ് തുല്യമാണെന്നല്ലേ. അപ്പോൾ നമുക്ക് ആ എക്സ് ഉള്ളതിനെ ആദ്യം ഞാൻ എടുത്തെഴുതുന്നത് മീൻസിൻ്റെ പ്രോഡക്റ്റാണ്. a മൈനസ് b ഇൻറ്റു എക്സ് ഈക്വൽ ടു ഇത് a² പ്ലസ് 2ab പ്ലസ് b² ഇൻറ്റു a² മൈനസ് b². a² മൈനസ് b². ഇങ്ങനെ. അപ്പോൾ നമുക്ക് സൂക്ഷിച്ച് നോക്കി. ഇപ്പോൾ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എക്സ് ഈക്വൽ ടു ഇവരെ ഒന്ന് സൂക്ഷിച്ച് നോക്കി. എന്തായിരിക്കും? a² പ്ലസ് 2ab പ്ലസ് b² എന്ന് പറഞ്ഞാൽ അത് a പ്ലസ് b ദ ഹോൾ സ്ക്വയർ അല്ലേ?
ഇതെന്ന് പറയുമ്പോൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ നമ്മളൊന്ന് ഫാക്ടറൈസ് ചെയ്താൽ എന്ത് കിട്ടും? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഹോൾ ഡിവൈഡഡ് ബൈ, ഇവിടെ എക്സിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന എ മൈനസ് ബി നമുക്ക് റൈറ്റ് സൈഡിൽ കൊണ്ടുവരാം. ഇപ്പം എക്സിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന എ മൈനസ് ബി റൈറ്റ് സൈഡിൽ കൊണ്ടുവന്നു. ഇങ്ങനെ വന്നില്ലേ? ഇവിടെ എന്ത് സംഭവിച്ചു? ഈ എ മൈനസ് ബിയും ഈ എ മൈനസ് ബിയുമായിട്ട് കട്ടായി. ഇവിടെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എ പ്ലസ് ബി. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എന്തെന്ന് എടുക്കാം? അത് എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് എന്നെടുക്കാം. എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ അത് എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളിൽ നമുക്ക് ഈ ആൾജിബ്രൈക് ഫാക്ടറൈസേഷൻ ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പൊതുവേ അത് ഐഡൻറ്റിറ്റി ആയിട്ട് ആൾജിബ്രൈക് ഐഡൻറ്റിറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും അത്തരം കേസസ് വരെ. ഇവിടെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറും എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറും. അപ്പോൾ ഇത്തരം രണ്ട് എക്സ്പ്രഷൻസിന് മീൻസ് ആൾജിബ്രൈക് ഐഡൻറ്റിറ്റീസിൻ്റെ ഫോംസിനെയാണ് ഫാക്ടറൈസേഷനെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചത്. ഇനി നമ്മൾ ഒരല്പം വ്യത്യസ്തപ്പെട്ട പ്രൊപ്പോർഷനെ മനസ്സിലാക്കുക. അതിനെ വിളിക്കുക കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ എന്ന് പറയും. ചെറിയൊരു വ്യത്യാസം, കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയുമാണിത് കേട്ടോ, കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ. എന്താ ഈ കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 3 വാല്യൂസേ ഉള്ളൂ എന്ന് വെച്ചാൽ എയും ബിയും സിയും. ഇപ്പം നമ്മൾ പറയുകയാണ് എ ഈസ് ടു ബി ഈക്വൽ ടു, അടുത്ത ബിയിലാണ് തുടങ്ങുന്നത്. അതാണ് ഈ കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ്റെ പ്രത്യേകത കേട്ടോ. ബി ഈസ് ടു സി ആണെങ്കിൽ എ ഈസ് ടു ബി ഈക്വൽ ടു ബി ഈസ് ടു സി ആണ്. ഇപ്പോൾ 3 വാല്യൂസേ ഉള്ള എ ബി ആൻഡ് സി. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഓർഡിനറി പ്രൊപ്പോർഷൻ പറഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് 4 ഉണ്ടായിരുന്നു, എ ബി സി ഡി ഉണ്ടായിരുന്നു. ഇവിടെ ഈ പറഞ്ഞ മീൻ പ്രൊപ്പോർഷണൽ വാല്യൂസ് രണ്ടും സെയിമാണ്, അതായത് നടുക്ക് വരുന്ന 2 സെയിമാണ്. ഈ ഫേസ് ടു ബി ഈക്വൽ ടു ബി ഈസ് ടു സി എന്ന് വന്നു കഴിഞ്ഞാൽ ദെൻ നമുക്ക് പറയാം എ ബി ആൻഡ് സി ആർ ഇൻ കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ. അപ്പം ഇതിനെയാണ് കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ എന്ന് വിളിക്കുന്നത്. എ ബി സി ആർ ഇൻ കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ. ഇവിടെ ഇവരെ ഉപയോഗിക്കുന്ന ടെർമിനോളജീസും കൂടെ മനസ്സിലാക്കണം. ഇവിടെ എ വിളിക്കുന്ന പേര് എ ഈസ് കോൾഡ് ഫസ്റ്റ് പ്രൊപ്പോർഷണൽ. നമ്മുടെ പ്രീവിയസ് സിറ്റുവേഷൻ പോലെ തന്നെ ഇവിടെ എ എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രൊപ്പോർഷണലാണ്. അടുത്ത ട്വിസ്റ്റ് അവിടെയാണ്. ബി ആരാണ്? ബി എ എന്ത് വിളിക്കും? ബി എ സെക്കൻഡ് പ്രൊപ്പോർഷണൽ എന്ന് വിളിക്കുമോ? ഇല്ല. ബി എ ഇവിടെ ഉദ്ദേശിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡിൻ്റെയും തേർഡിൻ്റെയും സ്ഥാനത്ത് ഒരാളാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് ബി എ വിളിക്കുന്നത് ആ മീൻ പൊസിഷനിൽ നിൽക്കുന്നത് കൊണ്ട് മീൻ പൊസിഷൻ അടുക്ക് വരുന്നത് കേട്ടോ. മീൻ പ്രൊപ്പോർഷണൽ എന്ന് വിളിക്കും. ബി ഈസ് കോൾഡ് മീൻ പ്രൊപ്പോർഷണൽ. അപ്പോൾ സി എ എന്ത് വിളിക്കാം? സി എ ഇവിടെ 3ാമത്തെ വാല്യൂ എന്നുള്ള നിലയ്ക്ക് തേർഡ് പ്രൊപ്പോർഷണൽ എന്ന് വിളിക്കും. സി ഈസ് കോൾഡ് തേർഡ് പ്രൊപ്പോർഷണൽ. ഇതാണ് ഇവിടെ ഉപയോഗിക്കുന്ന ടെർമിനോളജീസ്. എ ഈസ് ദ ഫസ്റ്റ് പ്രൊപ്പോർഷണൽ, ബി ഈസ് ദ മീൻ പ്രൊപ്പോർഷണൽ, സി ഈസ് ദി തേർഡ് പ്രൊപ്പോർഷണൽ. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഇവിടെ മനസ്സിലാക്കേണ്ട അടുത്തൊരു പോയിന്റ്, ഇവയൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഇവയൊക്കെ പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൂടി നമ്മളിവിടെ മനസ്സിലാക്കണം. അപ്പോൾ അതിനുശേഷം നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും 2 വാല്യൂസിനെ നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ കൺസിഡർ 2 ക്വാണ്ടിറ്റീസ്. ഇപ്പോൾ 2 ക്വാണ്ടിറ്റീസിനെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നു. ക്വാണ്ടിറ്റീസ് എക്സ് ആൻഡ് വൈ. ഇവിടെയോ? അപ്പോൾ ഇവയാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഇനി ഇവയെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ പറയുകയാണ് എക്സ് ആൻഡ് വൈ. ഇവയുടെ ഫസ്റ്റ് പ്രൊപ്പോർഷണൽ എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറയുകയാണ് ഫസ്റ്റ് പ്രൊപ്പോർഷണൽ ഓഫ് എക്സ് ആൻഡ് വൈ. എക്സിൻ്റെയും വൈയുടെയും ഫസ്റ്റ് പ്രൊപ്പോർഷണൽ ഓഫ് എക്സ് ആൻഡ് വൈ. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കവിടെ ഉപയോഗിക്കാവുന്ന മാർഗം, ഈ ഫസ്റ്റ് പ്രൊപ്പോർഷണലിൻ്റെ സ്ഥാനം വേക്കൻ്റ് ആക്കിയിട്ടു എ എന്ന് കൊടുത്തു. ഫസ്റ്റ് പ്രൊപ്പോർഷണലിൻ്റെ സ്ഥാനം എ. അടുത്ത എന്തെഴുതിക്കണം? ഈ എക്സിനെ എഴുതിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ കണ്ടിന്യൂഡ് പ്രൊപ്പോർഷന് ഒരു പ്രത്യേകതയുണ്ട്. ഈക്വൽ സൈൻ ഇപ്പുറത്തും അപ്പുറത്തും ഒരേ ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ എക്സ് ഇട്ടാൽ അവിടെ എക്സ്. ഇനി അവശേഷിച്ചൊരു വാല്യൂ അല്ലേ ഉള്ളേ?
നമുക്ക് y ആണല്ലോ, അപ്പോൾ y എവിടെ ഇട്ടു. അപ്പോൾ നമുക്ക് ഈ a ആണ് കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിച്ചോണം, ഫസ്റ്റ് പ്രൊപ്പോർഷൻ്റെ സ്ഥാനത്ത് നമ്മളവിടെ a എന്ന് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ അറിയാം a ഇൻറ്റു y എന്ന് പറയുന്നത്, അപ്പോൾ ഇവിടെ നമുക്കറിയാം a ഇൻറ്റു y എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു എക്സിന് തുല്യമല്ലേ. സോ ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പറയാം ഇവിടുത്തെ ഫസ്റ്റ് പ്രൊപ്പോർഷണൽ എന്താണെന്ന് ചോദിച്ചാൽ അത് എക്സ് സ്ക്വയർ ബൈ വൈ ആയിരിക്കും. എക്സ് സ്ക്വയർ ബൈ വൈ. അപ്പോൾ എക്സിൻ്റെയും വൈയുടെയും ഫസ്റ്റ് പ്രൊപ്പോർഷണൽ എന്ന് ചോദിച്ചാൽ എന്തെന്ന് എഴുതിക്കോണം, എക്സ് സ്ക്വയർ ബൈ വൈ. ഇനി രണ്ടാമത്തെ ആളെ കൺസിഡർ ചെയ്യണം. അപ്പോൾ മീൻ പ്രൊപ്പോർഷണൽ. അപ്പോൾ മീൻ പ്രൊപ്പോർഷണൽ ഓഫ് എക്സ് ആൻഡ് വൈ. അപ്പോൾ എക്സിൻ്റെയും വൈയുടെയും മീൻ പ്രൊപ്പോർഷണലിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാം. അപ്പോൾ ഇത്തവണ നമ്മൾ എന്തിട്ടോണം, മീൻ പ്രൊപ്പോർഷൻ എന്ന് വെച്ചാൽ നടുക്കത്തെ പൊസിഷനാണ് അല്ലേ, വേക്കൻറ്റ്. അപ്പോൾ എക്സിൽ തുടങ്ങിക്കോണം, നടുക്ക് ഞാൻ ബി എന്ന് കൊടുക്കുന്നു കേട്ടോ, ബി. ആ ബി തന്നെ വേണം ഇവിടെയും വരാൻ. അപ്പോൾ ലാസ്റ്റ് ആരെ കൊടുത്തോണം, വൈ എഴുതിക്കണം. അപ്പം മീൻ പ്രൊപ്പോർഷനിൽ ബിയുടെ സ്ഥാനം. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി, അങ്ങനെയെങ്കിൽ ബി ഇൻറ്റു ബി, അതായത് ബി സ്ക്വയർ, ബി ഇൻറ്റു ബി. സോ ദാറ്റ് ഈസ് സെയിം ആസ് എക്സ് ഇൻറ്റു വൈ. ബി സ്ക്വയർ ഈക്വൽ ടു എക്സ് വൈ എന്ന് വന്നില്ലേ. അപ്പോൾ എന്താണ് ബി എന്ന് ചോദിച്ചാൽ, അപ്പോൾ ഇവിടെ നിന്ന് പറയാം ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് വൈ. അപ്പോൾ ഏതെങ്കിലും രണ്ട് സംഖ്യകൾ തന്നിട്ട് നമ്മളോട് അതിൻ്റെ മീൻ പ്രൊപ്പോർഷണൽ എന്താണ് എന്ന് ചോദിച്ചാൽ അപ്ലൈ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, റൂട്ട് എക്സ് വൈ കണ്ടുപിടിക്കുക, റൂട്ട് എക്സ് വൈ. ഇനി മൂന്നാമത്തെ ആള്, അപ്പം ഇങ്ങനെയാണെങ്കിൽ തേർഡ് പ്രൊപ്പോർഷണൽ, തേർഡ് പ്രൊപ്പോർഷണൽ മൂന്നാമത്തെ വന്നു, തേർഡ് പ്രൊപ്പോർഷണൽ, തേർഡ് പ്രൊപ്പോർഷണൽ ഓഫ് എക്സ് ആൻഡ് വൈ വന്നു, തേർഡ് പ്രൊപ്പോർഷണൽ ഓഫ് എക്സ് ആൻഡ് വൈ. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടത്, ആദ്യത്തെ വാല്യൂ എക്സ് എന്ന് കൊടുത്തു, രണ്ടാമത് എന്ത് കൊടുത്തോണം, വൈ എന്ന് കൊടുത്തോണം. ഈ വൈ തന്നെ വേണം മൂന്നാമതും കൊടുക്കാൻ കേട്ടോ. കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ എന്താ, ഈക്വലിൻ്റെ ഇപ്പുറത്തും ഇപ്പുറത്തും സെയിം വാല്യൂ ആയിരിക്കണം. ലാസ്റ്റ് കണ്ടുപിടിക്കേണ്ടതിനെ സി എന്ന് വിളിച്ചു. അപ്പോൾ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ റിലേഷൻ നമുക്ക് മനസ്സിലായി. ഇവിടുത്തെ റിലേഷൻ എന്താ, എക്സ് ഇൻറ്റു സി, എക്സ് ഇൻറ്റു സി ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് സി എന്താണ് എന്ന് ചോദിച്ചാൽ മനസ്സിലായി, വൈ സ്ക്വയർ ബൈ എക്സ്. അപ്പോൾ ഇനി ഇങ്ങനെ മനസ്സിലാക്കണം, ഫോർ എനി ടു ക്വാണ്ടിറ്റീസ് എക്സ് ആൻഡ് വൈ, അവരുടെ ഫസ്റ്റ് പ്രൊപ്പോർഷണൽ എന്താണ് എന്ന് ചോദിച്ചാൽ എക്സ് സ്ക്വയർ ബൈ വൈ. ഫോർ എനി ടു ക്വാണ്ടിറ്റീസ് എക്സ് ആൻഡ് വൈ, ഓർത്തോണം ജനറലൈസ് ചെയ്യാണ് കേട്ടോ, ഏത് രണ്ട് ക്വാണ്ടിറ്റീസും എടുത്തോടെ എക്സും വൈ, അതിൻ്റെ ഫസ്റ്റ് പ്രൊപ്പോർഷണൽ എന്താണെന്ന് കിട്ടാൻ ഫസ്റ്റ് വാല്യൂവിൻ്റെ സ്ക്വയർ ബൈ സെക്കൻഡ് വാല്യൂ. ഇനി അവയുടെ മീൻ പ്രൊപ്പോർഷണൽ എന്താണെന്ന് കിട്ടാൻ റൂട്ട് ഓഫ് ദെയർ പ്രോഡക്റ്റ്. ഇനി അവയുടെ തേർഡ് പ്രൊപ്പോർഷണൽ എന്താണെന്ന് കിട്ടാൻ സെക്കൻഡ് വാല്യൂവിൻ്റെ സ്ക്വയർ ബൈ ഫസ്റ്റ് വാല്യൂ. ഈ ഒരു ഓർഡർ നമ്മൾ മനസ്സിൽ വെച്ചോണം. വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇവയൊക്കെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. ദ മീൻ പ്രൊപ്പോർഷണൽ ബിറ്റ്വീൻ 234 ആൻഡ് 104, ഇപ്പം നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. മീൻ പ്രൊപ്പോർഷണൽ എങ്ങനെ കണ്ടുപിടിക്കും, റൂട്ട് ഓഫ് ദ പ്രോഡക്റ്റ്, റൂട്ട് ഓഫ് ദ പ്രോഡക്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് നേരിട്ട് അതിലേക്ക് വരാം. ഇപ്പം മീൻ പ്രൊപ്പോർഷണൽ, മീൻ പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ, റൂട്ട് ഓഫ് ദ പ്രോഡക്റ്റ്. അപ്പോൾ ഇവിടെ കോൺസെപ്റ്റ് വളരെ സിമ്പിളായിരുന്നു, കാൽക്കുലേഷനുള്ളൂ പ്രശ്നം. 234 104 റൂട്ട് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം, 234 104 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിട്ട് റൂട്ട് കണ്ടുപിടിക്കാമോ? അത് ഇച്ചിരി മണ്ടത്തരാ അല്ലേ. കാര്യം എന്തുകൊണ്ടാണ്, നമുക്കവിടെ വലിയ വാല്യൂസിലേക്ക് പോകും, അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടല്ലേ. മറിച്ച് നമുക്കിനിയും എന്തെങ്കിലും പൊടിക്കൈകളുണ്ടോ, നമ്മളൊന്ന് ചിന്തിച്ചു. ഇവിടെ ഇവിടെ ഈ 4 4 കൂടെ ഗുണിച്ചാൽ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 6 അല്ലേ, 4 4 കൂടെ ഗുണിച്ചു, അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 6. അപ്പോൾ റൂട്ട് ഓഫ് 6 എൻഡ് ചെയ്യുന്ന യൂണിറ്റ് ഡിജിറ്റ് വരുന്ന സ്ക്വയറിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഇപ്പം ഇതിൻ്റെ സ്ക്വയർ ആയിരുന്നെങ്കിൽ ഇത് 4 എൻഡ് ചെയ്യുക, ഇതിൻ്റെ സ്ക്വയർ ആണെങ്കിൽ 1 എൻഡ് ചെയ്യുക, ഇതിൻ്റെ സ്ക്വയർ ആണെങ്കിൽ 6 ഇതിൻ്റെ സ്ക്വയറും 6. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും സാധ്യതയുണ്ട്, ഇവർ രണ്ടുപേരും അല്ല എന്ന് പറയാം. കാര്യം ഐഡിയ മനസ്സിലായോ? അപ്പോൾ ഇതോ ഇതിലാരോ ആണ്, ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാമായിരുന്നു. അപ്പം നമുക്ക് അതിലേക്ക് അങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതിന് പകരം അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് കൊണ്ടുവരേണ്ടത്, ഇപ്പോൾ മീൻ പ്രൊപ്പോർഷണൽ
എന്ന് പറഞ്ഞു. നമുക്ക് മനസ്സിലായി 234 ഇൻറ്റു 104. നമ്മൾ ഇവയെ ഒന്ന് ഫാക്ടറൈസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഫാക്ടറൈസ് എന്ന് വെച്ചാൽ തീരെ ചെറിയ ഘടകങ്ങളാക്കേണ്ട. പകരം ഞാനിവിടെ നോക്കിയപ്പോൾ മനസ്സിലായി 4 3 7 2 9 എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തൊരു 9 ഉണ്ടെന്ന് മനസ്സിലായില്ലേ. അപ്പം 234നെ 9 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ ഈ 9 18 54. അപ്പോൾ 9 6 54. അപ്പോൾ മനസ്സിലായി ഇത് 9 ഇൻറ്റു 26 ആണ്. ഇൻറ്റു ഇനി 104നെ കുറിച്ച് ചിന്തിച്ചു. 104 കണ്ടപ്പോഴേ മനസ്സിലായി ഇതിൻ്റെ അകത്ത് 4 കൊണ്ട് ഡിവിസിബിളാണ്. 104നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 24 8, പിന്നെ പോയിട്ട് 24 വന്നപ്പോൾ 6 4 24 എന്ന് വന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ 104നെ 4 ഇൻറ്റു 26 എന്നും ഫാക്ടറൈസ് ചെയ്യാം. ഐഡിയ മനസ്സിലായല്ലോ. ഇനിയപ്പോൾ നമ്മൾ നോക്കുകയാണ്, ഇവിടെയൊക്കെ റൂട്ട് എടുത്ത് എഴുതിയാൽ മതി. 9ൻ്റെ റൂട്ട് 3, 4ൻ്റെ റൂട്ട് 2, 2 26കളുണ്ട്, 2 26കൾ. അപ്പോൾ അതിൻ്റെ റൂട്ടായിട്ട് വരുമ്പോൾ ഒരു 26 എന്ന് എഴുതിയാൽ മതി. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന റൂട്ട്. അപ്പോൾ നേരത്തെ നമ്മൾ 154 ആണോ 156 ആണോ എന്നുള്ളൊരു സംശയത്തിൽ വന്നില്ലായിരുന്നോ? അവിടെയൊക്കെ വേറെ കുറുക്കു വഴികളുണ്ട്. കാര്യം എന്താ, ഇതിൻ്റെ അകത്തൊരു 9 ഉണ്ട് എന്നറിയില്ലേ. അപ്പം അതുകൊണ്ട് നമ്മുടെ ആൻസർ 3ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ ഇവരിൽ ആരായിരിക്കും 3ൻ്റെ മൾട്ടിപ്പിൾ എന്ന് നോക്കിയാൽ മതി. അതിന് പകരം ഇപ്പം നമ്മൾ ഇങ്ങനെ എത്തിച്ചേർന്നു. അപ്പം നമുക്ക് മനസ്സിലായി 6 ഇൻറ്റു 26 എത്രയെന്ന് വന്നോളും 156 എന്ന് വന്നില്ലേ, 156. സോ ദിസ് ഈസ് ദ ആൻസർ. അപ്പം ഇങ്ങനെ മീൻ പ്രൊപ്പോർഷണൽ എന്ന് ചോദിച്ചാൽ അപ്പോൾ മനസ്സിലാക്കണം റൂട്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. റൂട്ട് ഓഫ് ദ പ്രോഡക്റ്റ് എന്നുള്ളതാണ് മീൻ പ്രൊപ്പോർഷണൽ കൊണ്ട് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ നോക്കിയത് തേർഡ് പ്രൊപ്പോർഷണൽ ടു 0.36 ആൻഡ് 0.48. അപ്പോൾ ഇവിടെ തേർഡ് പ്രൊപ്പോർഷണൽ അപ്പോൾ നമ്മൾ പഠിച്ച ഓർത്തോണം. തേർഡ് പ്രൊപ്പോർഷണൽ ഓഫ് എക്സ് ആൻഡ് വൈ എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞെന്താ, y² x എന്ന് എഴുതിയാൽ മതി. തേർഡ് പ്രൊപ്പോർഷണൽ ഓഫ് എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വാല്യൂ സ്ക്വയർ ബൈ ഫസ്റ്റ് വാല്യൂ y² x എന്നെടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഇതേ ട്രിക്ക് നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് പ്രൊപ്പോർഷണൽ ഓഫ്, ഇപ്പം നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ 0.36 ആൻഡ് 0.48 ഇങ്ങനെ വന്നു. അപ്പോൾ സെക്കൻഡ് വാല്യൂ സ്ക്വയർ ബൈ ഫസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് വാല്യൂ 0.48 ഇൻറ്റു 0.48 എന്ന് ഞാൻ എഴുതുന്നു. എൻ്റെ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാൻ പാടായതുകൊണ്ട് കേട്ടോ, ബുദ്ധിമുട്ടാണ്, ഇപ്പം അറിയില്ലല്ലോ, അപ്പം അതുകൊണ്ട്. അപ്പോൾ ഇത് 0.36 എന്നും എഴുതി. അപ്പോൾ ഇവിടുത്തെ സിംപ്ലിഫിക്കേഷനിലേക്ക് വരിക. അപ്പം നമുക്ക് മനസ്സിലായി ഒരു 0.48ഉം 0.36ഉം 12 കൊണ്ട് അല്ലേ, 12 കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാം. 12 വെച്ചാൽ 0.12 ആണേ, 0.12 ഇൻറ്റു 4 ആണ്, 0.12 ഇൻറ്റു 3 ആണ്. കിട്ടിയല്ലോ. അപ്പോൾ അത് കട്ട് ചെയ്യും. ഇനി 3 കൊണ്ട് നമുക്ക് 48നെ കട്ട് ചെയ്യാം. 48 എന്ന് വെച്ചാൽ കട്ട് ചെയ്യും 16. അപ്പോൾ ഇത് കണ്ടോ 0.16 എന്ന് എടുത്തോ. 16 3 48. ഇത് 0.48 ഉണ്ട്, അപ്പോൾ അതും 0.16 എന്ന് എടുത്തു. ഇനി ഇവരെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. 16 4 64 ആണ്. അവിടുത്തെ ദശാംശ സ്ഥാനവും കൂടെ പരിഗണിച്ചാൽ എന്തെന്ന് കിട്ടിക്കോളും, 0.64 എന്ന് കിട്ടിക്കോളും. അപ്പോൾ തേർഡ് പ്രൊപ്പോർഷൻ്റെ ഓർഡർ അതങ്ങനെ മനസ്സിൽ ഉറപ്പിക്കണം. രണ്ട് ക്വാണ്ടിറ്റീസ് കൊണ്ട് ഫസ്റ്റ് പ്രൊപ്പോർഷണൽ ചോദിച്ചാൽ x²/y, മീൻ പ്രൊപ്പോർഷണൽ ചോദിച്ചാൽ √xy, തേർഡ് പ്രൊപ്പോർഷണൽ ചോദിച്ചാൽ y²/x. എക്സും വൈയുമാണ് അവിടുത്തെ ക്വാണ്ടിറ്റീസ് എങ്കിൽ. അപ്പോൾ അടുത്ത് നോക്കിക്കോ, മറ്റൊരു ഓൾജിബ്രൈക്ക് വേർഷൻ നോക്കിക്കോ. തേർഡ് പ്രൊപ്പോർഷണൽ ടു x² - y² ആൻഡ് x - y. അപ്പോൾ നമുക്കറിയാം തേർഡ് പ്രൊപ്പോർഷണൽ കണ്ടുപിടിക്കാൻ വെച്ചാൽ സെക്കൻഡ് വാല്യൂവിൻ്റെ സ്ക്വയർ ബൈ ഫസ്റ്റ് വാല്യൂ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിങ്ങനെ പറയുന്നു തേർഡ് പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സെക്കൻഡ് വാല്യൂവിൻ്റെ സ്ക്വയർ, സെക്കൻഡ് വാല്യൂ x - y അതിൻ്റെ സ്ക്വയർ, സെക്കൻഡ് വാല്യൂവിൻ്റെ സ്ക്വയർ ബൈ ഫസ്റ്റ് വാല്യൂ, സെക്കൻഡ് വാല്യൂവിൻ്റെ സ്ക്വയർ ബൈ ഫസ്റ്റ് വാല്യൂ. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് ഫാക്ടറൈസ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ ന്യൂമറേറ്റർ നമുക്ക് മനസ്സിലായി x - y സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x - y ഇൻറ്റു x - y എന്ന് തിരിച്ചെഴുതാം, കട്ട് ചെയ്യാനുള്ള സൗകര്യത്തിന് കേട്ടോ. ഡിനോമിനേറ്റർ നമുക്ക് മനസ്സിലായി x² - y², എന്നതിൻ്റെ ഫാക്ടറൈസേഷൻ എന്താ വരിക, x - y ഇൻറ്റു x + y എന്ന് വരില്ലേ.
എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയാം എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ. അപ്പോൾ ഇവിടെ എക്സ് മൈനസ് വൈ കട്ടായി. അപ്പോൾ ഇവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടി നമ്മുടെ ആൻസർ. അപ്പോൾ എന്ത് തോന്നുന്നു? എക്സ് മൈനസ് വൈ ബൈ എക്സ് പ്ലസ് വൈ എന്ന് കിട്ടി. എക്സ് മൈനസ് വൈ ബൈ എക്സ് പ്ലസ് വൈ. ദ ആൻസർ ഈസ് ദ ലാസ്റ്റ് ഓപ്ഷൻ, എക്സ് മൈനസ് വൈ ബൈ എക്സ് പ്ലസ് വൈ. ക്ലിയർ ആയല്ലോ? അടുത്ത് നോക്കിയോ, എം ആൻഡ് എൻ ആർ ടു നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് മോഡലാണ്, പലപ്പോഴും നമ്മളെ കുഴപ്പിക്കുന്ന ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. വളരെ പ്രൊഫഷണലായിട്ട് അപ്രോച്ച് ചെയ്യാനുള്ള വേയ്സും നമുക്ക് അവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മോഡലും കൂടിയാണ്. എം ആൻഡ് എൻ ആർ ടു നാച്ചുറൽ നമ്പേഴ്സ് സച്ച് ദാറ്റ് ദ മീൻ പ്രൊപ്പോർഷണൽ ഓഫ് എം ആൻഡ് എൻ ഈസ് 12 and their third proportional is 768. Find the value of m, n by m. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കണം എന്താണ് ഈ മീൻ പ്രൊപ്പോർഷണൽ ഓഫ് എം ആൻഡ് എൻ. അപ്പോൾ എമ്മിൻ്റെ എന്നിൻ്റെ മീൻ പ്രൊപ്പോർഷണൽ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്? റൂട്ട് എം എൻ എന്നല്ലേ, റൂട്ട് എം എൻ. ഇതാണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന എത്ര 12 എന്ന് പറഞ്ഞു കേട്ടോ. റൂട്ട് എം എൻ എന്ന് പറയുന്നത് 12. റൂട്ട് എം എൻ 12 ആയത് കൊണ്ട് നമുക്ക് പറയാം എം ഇൻറ്റു എൻ എന്ന് പറയുമ്പോൾ 12 സ്ക്വയർ ആണ്, അതായത് 144 ആണെന്ന് പറയാം. ഇത് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് കരുതിക്കും. റൂട്ട് എം എൻ അത് 12 ആണ്, അപ്പോൾ അതുകൊണ്ട് എം എൻ എന്ന് പറഞ്ഞാൽ 12 സ്ക്വയർ ആണ്, 144 ആണ്. തേർഡ് പ്രൊപ്പോർഷണൽ, അപ്പോൾ ഇവിടെ അടുത്ത പോയിന്റിലേക്ക് വന്നു. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? തേർഡ് പ്രൊപ്പോർഷണൽ ഓഫ് എം ആൻഡ് എൻ എന്നെടുത്തു. ഈ തേർഡ് പ്രൊപ്പോർഷണൽ എന്തായിരുന്നു ഓർഡർ? സെക്കൻഡ് വാല്യൂവിൻ്റെ സ്ക്വയർ ബൈ ഫസ്റ്റ് വാല്യൂ, അതാണ് നമുക്ക് പറഞ്ഞത് 768. ഇത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇവിടെ നിന്ന് എമ്മിലേക്കും എന്നിലേക്കും എത്തിച്ചേരാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പല രീതിയിൽ നമുക്ക് അവിടെ പോകാം. ഞാനിവിടെ ഒന്നാമത്തെയും രണ്ടാമത്തെ ഇക്വേഷനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. കരുതുക ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ, ഫസ്റ്റും സെക്കൻഡും ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് സൂക്ഷിച്ച് നോക്കണം എന്താ സംഭവിക്കാമെന്ന്. ഫസ്റ്റ് ഇക്വേഷൻ എം എൻ ആണ് ഇടതുവശത്ത് അല്ലേ. സെക്കൻഡ് ഇക്വേഷൻ എൻ സ്ക്വയർ ബൈ എമ്മോ, ശ്രദ്ധിച്ചോ. റൈറ്റ് സൈഡ് ഫസ്റ്റ് ഇക്വേഷൻ 144 ആണ്, സെക്കൻഡ് ഇക്വേഷൻ 768. ശ്രദ്ധിച്ചോ. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി എമ്മും കട്ടായി പോകും. ചുരുക്കി പറഞ്ഞാൽ എൻ ക്യൂബ് എന്ന് കിട്ടും. എൻ ക്യൂബ് ഈസ് ഈക്വൽ ടു 144 ഇൻറ്റു 768 എന്ന്. അപ്പോൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ഈ 144നെ ഞാൻ 12 സ്ക്വയർ എന്നങ്ങ് പിരിച്ചെഴുതി, 12 സ്ക്വയർ. അപ്പോൾ ഉടനെ എനിക്ക് മനസ്സിലായി 768ൻ്റെ അകത്ത് ഒരു 12 കാണും. കാര്യം എന്താ, ഇതെന്ത് ക്യൂബാണ്. അപ്പോൾ ഞാൻ ഇതിനെ 768നെ 12 ഇൻറ്റു 768നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 768 ഡിവൈഡഡ് ബൈ 12. അപ്പോൾ ഇവിടെ നോക്കിക്കോണം 768 ബൈ 12 എന്ത് വരുന്നു എന്നുള്ളതാണ് നോക്കണ്ടേ. 12 6 72 48 4. മനസ്സിലായോ? അപ്പോൾ ഇവിടെ മനസ്സിലായിക്കോണം ഇതെന്ന് പറയുന്നത് 64 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി. ഇത് ചുരുക്കി പറഞ്ഞാൽ 12 ക്യൂബ് ഇൻറ്റു എന്ത് ഈ 64 4 ക്യൂബാണ്. അപ്പോൾ നമ്മുടെ ശ്രദ്ധ ആ ക്യൂബിലേക്കാണ്. അപ്പോൾ മനസ്സിലായി ഇത് 4 ക്യൂബ്. ചുരുക്കി പറഞ്ഞാൽ ഇത് 48 ക്യൂബാണ്. ഉണ്ടോ? എൻ ക്യൂബ് എന്ന് പറയുന്നത് 48 ക്യൂബാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എൻ എന്ന് പറയുന്നത് 48 അല്ലേ, എൻ എന്ന് പറയുന്നത് 48 ആണ്. Therefore from 1, അപ്പോൾ എൻ 48 വന്നത് കൊണ്ട് നമുക്ക് ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒരു കാര്യത്തിലേക്ക് വരാം. എൻ 48 ആണെങ്കിൽ എം എന്താണ് എന്ന് നോക്കുക. എം എന്ന് പറയുമ്പോൾ ആ 144/48 അല്ലേ. കേട്ടോ, എം ഇൻറ്റു എൻ ആണ് 144. അതിൽ എൻ 48 ആണെന്ന് കിട്ടി. അപ്പോൾ എം എന്താണ്? അപ്പോൾ നമുക്ക് മനസ്സിലായത് 3 ആണെന്ന് കിട്ടിയോ? 3. അപ്പോൾ നമുക്ക് എന്നും കിട്ടി എമ്മും കിട്ടി. അപ്പോൾ ഇനി ഫൈനൽ പോയിന്റിലേക്ക് വരാം. നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് എൻ ബൈ എം ആണ്. Therefore എൻ ബൈ എം, എൻ ബൈ എം. അപ്പോൾ എൻ എന്ന് പറയുന്നത് ഇവിടെ 48, എം എന്ന് പറയുന്നത് ഇവിടെ 3യുമാണ് എന്ന് മനസ്സിലാക്കും. അപ്പോൾ 48/3. ഇപ്പോൾ 48/3 എന്തെന്ന് വന്നോളും 16 എന്ന് കിട്ടിയില്ലേ. സോ ദാറ്റ് ഈസ് 16. ഐഡിയ ക്ലിയർ ആയോ? ഇത്രയും കാൽക്കുലേഷൻസ് അവിടെ വരുന്നുണ്ട്.
അപ്പോൾ ഇതിനെ നമുക്കൊരു കൺവീനിയൻറ്റ് മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്ത് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തത് നോക്കേണ്ടത് ഈ പറഞ്ഞ കാര്യത്തിനെ നമ്മളൊരു മോഡലായിട്ട് ഡെവലപ്പ് ചെയ്യുക. ഇത്തരത്തിൽ വരുന്ന കേസസ് എമ്മും എന്നും ഉണ്ട്. അപ്പോൾ അതിൻ്റെ മീൻ പ്രൊപ്പോർഷണലുണ്ട്, അതിൻ്റെ തേർഡ് പ്രൊപ്പോർഷണലുണ്ട്, ഫസ്റ്റ് പ്രൊപ്പോർഷണലുണ്ട്. ഇവരെല്ലാം കൂടെ നമുക്ക് എങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുക, ഇതാണ് നമ്മളിവിടെ അടുത്തായിട്ട് നോക്കാൻ പോകുന്ന കേസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവയെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എം എൻ ഓർത്തോണം, ഇവരുടെ രണ്ടിൻ്റെയും ഒത്ത നടുക്കായിരിക്കും മീൻ പ്രൊപ്പോർഷണൽ വരിക. കാരണം ഇവർ രണ്ടിൻ്റെ ഒത്ത നടുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കൺസിഡർ ചെയ്യുമ്പോൾ സ്പേസ് ഇട്ട് എഴുതാം. എം ഇവിടെയുണ്ട്, എൻ ഇവിടെയുണ്ട്. ഇവർ ഒത്ത നടുക്കല്ലേ മീൻ പ്രൊപ്പോർഷണലായ എം എൻ വരിക. ഇവയെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാക്കാം. ദീസ് ആർ ഇൻ എ ജി പി. ജി പി മീൻസ് ജോമെട്രിക് പ്രോഗ്രഷൻ. ഇപ്പോൾ ജോമെട്രിക് പ്രോഗ്രഷൻ്റെ ഒരു ബേസിക് ഐഡിയ ആണ് എമ്മിൻ്റെയും എന്നിൻ്റെയും കൂടെ മീൻ എന്ന് പറയുന്നത്, ജോമെട്രിക് മീൻ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ദീസ് ടു വാല്യൂസ് ആയിരിക്കും. അപ്പോൾ അതിനെ ന്യൂമറിക്കലി നമ്മളൊന്ന് കൺസിഡർ ചെയ്തു. അപ്പോൾ ന്യൂമറിക്കലി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കിന് നമ്മളിവിടെ കൺസിഡർ ചെയ്യാണ് 4, 9 എന്നെടുത്തു. എന്തായിരിക്കും ഇവയുടെ മീൻ പ്രൊപ്പോർഷണൽ? ഇനി പോട്ടെ, കൺവീനിയൻ്റ് ആയിട്ട് മറ്റൊരു വാല്യൂ എടുത്തു, 2, 8 എടുത്തോളൂ. 2, 8. വാട്ട് ഈസ് ദ മീൻ പ്രൊപ്പോർഷണൽ ഓഫ് 2 and 8? 2 and 8ൻ്റെ മീൻ പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോഴത്തേക്കിന് 2 into 8, സോ ദാറ്റ് ഈസ് √16 എന്നല്ലേ? അതെന്ന് പറയുമ്പോൾ എത്ര വന്നോളൂ? 4 എന്ന് വന്നോളൂ. ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ, ഇതൊരു ജി പി അല്ലേ? 2നെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 4, 4നെ വീണ്ടും 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 8 എന്ന്. അപ്പോൾ ഇവിടെ ഇനി നമ്മളിതിനെ മനസ്സിലാക്കുകയാണ്. ഇതാണ് നമ്മുടെ വാല്യൂസ് കേട്ടോ, 2ഉം 8ഉം. അപ്പോൾ ഇത് അതിൻ്റെ മീൻ പ്രൊപ്പോർഷണൽ വന്നു. മീൻ പ്രൊപ്പോർഷണൽ, റൈറ്റ്, മീൻ പ്രൊപ്പോർഷണൽ. യെസ്. ഇനി നമ്മൾ നോക്കുകയാണ് എന്തായിരുന്നു 2ഉം 8ൻ്റെയും 2ൻ്റെയും 8ൻ്റെയും തേർഡ് പ്രൊപ്പോർഷണൽ. പോട്ടെ, ആദ്യം നമുക്ക് ഫസ്റ്റ് പ്രൊപ്പോർഷനിലേക്ക് തന്നെ വരാം. 2ൻ്റെയും 8ൻ്റെയും ഫസ്റ്റ് പ്രൊപ്പോർഷണൽ. അപ്പോൾ ഇവയുടെ 2ൻ്റെയും 8ൻ്റെയും ഫസ്റ്റ് പ്രൊപ്പോർഷണൽ ഓഫ് 2 and 8 എന്ന് വെച്ചാൽ 2² 8 അല്ലേ? 2² 8 എന്ന് പറയുമ്പോഴത്തേന് എത്രയെന്ന് തോന്നുന്നു? 1/2 എന്ന് വരും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഫസ്റ്റ് പ്രൊപ്പോർഷണൽ 1/2. എന്താണ് ഇവരുടെ തേർഡ് പ്രൊപ്പോർഷണൽ എന്ന് ചിന്തിച്ചു. അപ്പോൾ തേർഡ് പ്രൊപ്പോർഷണൽ ഈ ന്യൂമറിക്കൽ വാല്യൂസിനെ വെച്ചിട്ട് നമ്മൾ കൊണ്ടുവരിക. അതൊക്കെ 2ൻ്റെയും 8ൻ്റെയും തേർഡ് പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ 8² 2 ആണ് കേട്ടോ. 64/2 32 എന്നും വന്നു കിട്ടിയല്ലോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രൊപ്പോർഷണൽ, ഇതാണ് തേർഡ് പ്രൊപ്പോർഷണൽ. കറക്റ്റ്. അപ്പോൾ ഈ ജി പി എ നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി 2നെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 4 വന്നു, 4നെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 8 വന്നു. എന്നാൽ 8നെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ അല്ല 32 വന്നിരിക്കുന്നത്. 8നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇതിനിടയ്ക്ക് ഒരു ടേം വരുന്നുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിച്ചോണം. അവിടെ നിന്ന് വീണ്ടും 2 കൊണ്ട് ഗുണിച്ചപ്പോഴല്ലേ 32 വന്നേ. ഇതേ കാര്യം ഇങ്ങോട്ടേക്ക് ചിന്തിച്ചു. ഈ 2നെ 2 കൊണ്ട് ഹരിച്ചാൽ തിരിച്ച് ഇങ്ങോട്ടേക്കാകുമ്പോൾ ഹരിക്കുകയാണ് 1 വന്നു കേട്ടോ. 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 2 വന്നേ. അതിനെ വീണ്ടും ഇങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്യുകയാണ്. ഇപ്പം തിരിച്ചെഴുതുന്നതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇൻറ്റു 2 വന്നു, അപ്പോഴല്ലേ 1/2 വന്നേ. അപ്പോൾ ഈ ഒരു മോഡൽ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചോണം. ഈ മോഡൽ എന്ന് പറയുന്നത് നമ്മൾ അന്വേഷിക്കുന്ന 2 വാല്യൂസ്, അവരുടെ കൃത്യം നടുക്ക് മീൻ പ്രൊപ്പോർഷണൽ വരും. തൊട്ട് ഇടതുവശത്തല്ല ഫസ്റ്റ് പ്രൊപ്പോർഷണൽ വരുന്നത്, ഇടതുവശത്തെ രണ്ടാമത്തെ ടേമാണ് ഫസ്റ്റ് പ്രൊപ്പോർഷണൽ, റൈറ്റ് സൈഡിലെ രണ്ടാമത്തെ ടേമാണ് തേർഡ് പ്രൊപ്പോർഷണൽ എന്ന് മനസ്സിലാക്കണം. എന്താ ഈ മോഡൽ കൊണ്ട് ഇവിടെയുള്ള അഡ്വാൻറ്റേജ്? ഇപ്പോൾ ഇവിടെ നമുക്ക് അതിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പോൾ പറഞ്ഞ മോഡൽ പ്രകാരം നമുക്ക് 2 നമ്പേഴ്സ് വന്നു, എം ഉണ്ട്, എൻ ഉണ്ട്. ഇവിടെ മീൻ പ്രൊപ്പോർഷണൽ, ഇവിടെ തേർഡ് പ്രൊപ്പോർഷണൽ, ഇവിടെ ഫസ്റ്റ് പ്രൊപ്പോർഷണൽ. സോ ദിസ് ഈസ് ഫസ്റ്റ് പ്രൊപ്പോർഷണൽ, ദിസ് ഈസ് മീൻ പ്രൊപ്പോർഷണൽ, ദിസ് ഈസ് തേർഡ് പ്രൊപ്പോർഷണൽ. ഇതാണ് സംഭവം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വാല്യൂസിനെ ഫില്ല് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വാല്യൂസിനെ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ ആദ്യം എം, എൻ, ഇവരുടെ 2നെ നടുക്ക് മീൻ പ്രൊപ്പോർഷണലായ 12 ഉണ്ട്. ഇവിടെ ഒരു ടേമും കൂടെ കഴിഞ്ഞിട്ട് തേർഡ് പ്രൊപ്പോർഷണലായിട്ടുള്ള 768 ഉണ്ട്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യേണ്ടത്, ഇവിടെ നിന്ന് എന്തോ മൾട്ടിപ്ലൈ ചെയ്തു, എൻ വന്നു, അതിനെ എന്തോ മൾട്ടിപ്ലൈ ചെയ്തു, അടുത്ത വാല്യൂ വന്നു, അതിനെ എന്തോ മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോഴാണ് 768 ആയെന്നല്ലേ. പെട്ടെന്ന് തന്നെ നിങ്ങൾ ചിന്തിച്ചു 768നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താണ് സംഭവിക്കുക?
അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലായി ഇത് 6 ടൈംസ് ഓഫ് 12 ആണ്. അത് 72 വന്നു. 48 വരുമ്പോൾ 4 ടൈംസ് വരും. ഇത് 64 ആണ്. അപ്പോൾ ശ്രദ്ധിച്ചോ, R ഇൻറ്റു R ഇൻറ്റു R, R ഇൻറ്റു R ഇൻറ്റു R എന്ന് പറയുമ്പോൾ R ക്യൂബ് ആണ് 64 എങ്കിൽ ഇവിടുത്തെ കോമൺ റേഷ്യോ എന്ന് പറയുമ്പോൾ 4 അല്ലേ. അപ്പോൾ ഇത് ഇൻറ്റു 4 ഇൻറ്റു 4 ഇൻറ്റു 4 ചെയ്തപ്പോഴല്ലേ ഈ വാല്യൂ വന്നേ. അപ്പോൾ ഇവിടെയും എന്ത് തന്നെയാണ്, 4. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ M ആരാണെന്നും N ആരാണെന്നും കിട്ടി. അപ്പോൾ ഇവിടെ M എന്ന് പറഞ്ഞാൽ 12/4 ചെയ്താൽ മതി. 12/4 3. N എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു 4 ചെയ്താൽ മതി. അപ്പോൾ അത് 48 കിട്ടിയോ. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ അത്രയും കാൽക്കുലേഷൻസിലേക്ക് പോകാതെ ഇവിടെ എന്നിനെയും കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പറ്റി. Therefore n/m എന്ന് പറയുമ്പോൾ അത് 48/3 16 എന്ന് കിട്ടിക്കോളും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ 48/3. അപ്പോൾ ഈ ഒരു വേർഷനിൽ നമുക്കതിനെ അപ്രോച്ച് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ. ഇപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇഫക്റ്റീവ്നെസ് മനസ്സിലാകും. എത്ര എളുപ്പത്തിൽ നമുക്ക് ആ മെത്തേഡിനെ കൊണ്ട്. കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അങ്ങനെ ഒരു ഡിഫറെൻറ്റ് വേയിൽ അതിനെ ഓർത്ത് വെക്കണം. അത് ഇച്ചിരി ചലഞ്ചാണ് അല്ലേ. ഒന്ന് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ മതി. അവിടെ എന്താണ് ആ ഡെവലപ്മെൻറ്റൽ പ്രോസസ്സ് എന്താണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിലെ പ്രോഗ്രഷൻ്റെ കണക്ഷനെ നമുക്കൊന്ന് പിടികിട്ടും. ഫൈൻഡ് ദ സം ഓഫ് 2 numbers whose mean proportional and third proportional are 14 and 112 respectively. അപ്പോൾ നമ്മളുടെ നമ്പേഴ്സ് എയും ബിയും ആണെന്ന് കരുതും. മീൻ പ്രൊപ്പോർഷണൽ ഇവരുടെ നടുക്ക് വന്നു. തേർഡ് പ്രൊപ്പോർഷണൽ ഒരെണ്ണവും കൂടെ കഴിഞ്ഞിട്ടേ വരൂ കേട്ടോ, ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇത് 112 ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് മീൻ പ്രൊപ്പോർഷണൽ, ഇതാണ് തേർഡ് പ്രൊപ്പോർഷണൽ. ഓർത്തോണം, ഇതാണ് അറേഞ്ച്മെൻറ്റ്. ഫസ്റ്റ് പ്രൊപ്പോർഷണൽ ഉണ്ടെങ്കിലോ ഇതിനിപ്പുറത്ത് ഒരെണ്ണവും കൂടെ കഴിഞ്ഞിട്ട് കേട്ടോ, ഇവിടെയാണ് ഫസ്റ്റ് പ്രൊപ്പോർഷണൽ വരിക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രൊപ്പോർഷണൽ, റൈറ്റ്. ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, ഇത്രയും മതി. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നു 3 സ്റ്റെപ്പ് കണ്ടോ, 1 2 3. ഉടനെ നമ്മൾ 112നെ ഈ 14 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 8 തവണ എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ അത് 112 കഴിഞ്ഞു. അപ്പോൾ നമുക്ക് മനസ്സിലായി 112 8 ആണെങ്കിൽ R ഇൻറ്റു R ഇൻറ്റു R, ദാറ്റ് മീൻസ് R ക്യൂബാണ് 8. അതുകൊണ്ട് R എന്ന് പറയുന്നത് എന്ത് വരും, 2. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ആണ്. അപ്പോൾ ഇത് ഇൻറ്റു 2 ആണ് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് എ ആരാ ബി ആരാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റി. എ എന്ന് പറയുമ്പോൾ 14/2 എന്ന് പറഞ്ഞാൽ 7 എന്നും, ബി ആരാണ് എന്ന് ചോദിച്ചാൽ അത് 14 ഇൻറ്റു 2 ആയ 28 ആണെന്നും കിട്ടും. അപ്പോൾ നമുക്ക് എയും ബിയും കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ സം ഓഫ് സച്ച് 2 numbers. അത്തരത്തിൽ 2 നമ്പേഴ്സിൻ്റെ സമ്മാണ്. എ പ്ലസ് ബി എന്ന് പറഞ്ഞപ്പോൾ അത് 7 + 28 എന്ന് കിട്ടി, വിച്ച് ഈസ് ഈക്വൽ ടു 35. അപ്പോൾ 7 + 28 ദാറ്റ്സ് ഈക്വൽ ടു 35. അപ്പോൾ ഇത് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു വേ ആണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു മീൻ പ്രൊപ്പോർഷണൽ, തേർഡ് പ്രൊപ്പോർഷണൽ, ഫസ്റ്റ് പ്രൊപ്പോർഷണൽ, സോ ബേസിക്കലി ഫ്രം ദ ഏരിയ ഓഫ് കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ, അവിടെ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് അപ്ലൈ ചെയ്തോണം. അപ്പോൾ അടുത്ത ഒരു വിശേഷപ്പെട്ട ക്വസ്റ്റ്യനാണ്. അയ്യോ, ഒരു ഫ്രീക്വൻലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ. When x is subtracted from each of 19, 28, 55, 91, the numbers obtained in this order are in proportion. What is the value of x? ഇപ്പം ഇങ്ങനെ ഒരു ചോദ്യം വന്നപ്പോഴത്തേന് എക്സ് സബ്ട്രാക്ട് ചെയ്തപ്പോൾ ഇപ്പോൾ 19 നിന്നും 28 നിന്നും 55 നിന്നും 91 നിന്നും എന്തോ ഒന്ന് സബ്ട്രാക്ട് ചെയ്തപ്പോൾ ബാക്കി വന്നതൊക്കെ പ്രൊപ്പോർഷണലായിരുന്നു. അപ്പോൾ എന്താ എളുപ്പവഴി? ഒന്നുമില്ല, വെറുതെ ഓപ്ഷൻസിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ 8 ആണ് എടുത്തതെന്ന് കരുതുക. നമ്മളെല്ലാത്തിൽ നിന്നും 8 കുറച്ച് നോക്കി. അപ്പോൾ 8 കുറയ്ക്കുക. 8 കുറച്ച് കഴിയുമ്പോൾ അവശേഷിക്കുന്നത് ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചപ്പോൾ ഇത് 11 എന്ന് വന്നേ, ഇത് കുറച്ചപ്പോൾ എന്ന് വന്നാൽ 20, ഇവിടെ കുറച്ചപ്പോഴോ 47, ഇവിടെ കുറച്ചപ്പോഴോ 83. പ്രൊപ്പോർഷണലാണോ? എങ്ങനെ പ്രൊപ്പോർഷണലാണോ നോക്കുക. പ്രൊപ്പോർഷണലാണെന്ന് ചോദിക്കുന്നത് ഒന്നെങ്കിൽ 11:20 ആണോ 47:83 എന്ന് നോക്കുക, അല്ലെങ്കിൽ 11 × 83 ആണോ 20 × 47 എന്ന് നോക്കുക. ആണോ? അല്ല. അപ്പോൾ ഇതല്ല സംഭവം. അടുത്തയാളെ നോക്കണം. അപ്പോൾ 8ൻ്റെ കാര്യം നടന്നില്ല.
അപ്പോൾ അടുത്ത ആളെ നമ്മൾ ഇനി നോക്കുക. അടുത്ത 7 ആണോ എന്ന് നോക്കി. അപ്പോൾ 7 വായിക്കാനുള്ള സൗകര്യത്തിന് ഇച്ചിരി മാറ്റി എഴുതാം. അപ്പോൾ ഇവിടെ 19, 28. അപ്പോൾ എല്ലായിടത്തും 7 ആണ് ഇത്തവണ കുറയ്ക്കുന്നത്. അപ്പോൾ 7, 7, 7, 7. അപ്പോൾ ഇങ്ങനെ കുറച്ചു. 19 - 7 12, 28 - 7 21, 55 - 7 48 7 ആണ് 25, 91 - 7 84. അപ്പോൾ ഇവിടെ നോക്കി റിലേഷൻ. ഇവിടെ നമുക്ക് പെട്ടെന്നൊരു കണക്ഷൻ കിട്ടി. 12 × 4 = 48, 21 × 4 = 84. കിട്ടിയോ? ഐഡിയ കിട്ടിയോ? അപ്പോൾ സംഗതി ഓക്കെയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് 7 കുറച്ചപ്പോൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ദ ആൻസർ. ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻസിൽ നിന്ന് പോകാം. പക്ഷേ ഇതിനൊരു അപകടമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എക്സ് എന്ന് ചോദിച്ചായിരുന്നു വരുന്നത് എങ്കിൽ ഇതേപോലെ ദിസ് ഈസ് ദ ബേസിക് ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഈ പദ്ധതി വിജയിക്കും. മറിച്ച് ആ എക്സ് പിന്നീട് അപ്ലൈ ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ, ദാറ്റ് മീൻസ് ഓപ്ഷൻസ് ആർ നോട്ട് ദ ഡയറക്റ്റ് വാല്യൂ ഓഫ് എക്സ്, അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ ട്രിക്ക് ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ എക്സിനെ കുറിച്ചാണ് ചോദ്യമെങ്കിൽ വേറെ കഷ്ടപ്പാടൊന്നുമില്ല, ഇങ്ങനെ ഓപ്ഷൻസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഞാൻ നേരിട്ട് എന്തായിരിക്കണം അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട മെത്തേഡ്, അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല കേട്ടോ. ഇപ്പോൾ തൽക്കാലം ഒരു ടൈം എഫക്റ്റീവായിട്ട് നമ്മൾ ഇങ്ങനെ കരുതിക്കണം. ഇതിൻ്റെ പിന്നിൽ ചില പ്രോപ്പർട്ടീസാണ്, പ്രൊപ്പോർഷണൽ പ്രോപ്പർട്ടീസാണ് വരിക. അപ്പോൾ ഇവിടെ കാര്യം എത്രയേ ഉള്ളൂ? 19, 28, 55, 91. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. ഇവിടെ എക്സ് ഈസ് സബ്ട്രാക്റ്റഡ് ഫ്രം എന്ന് പറഞ്ഞ് ചിലപ്പോൾ എക്സ് ഈസ് ആഡഡ് ടു എന്ന് പറഞ്ഞിട്ട് വരും. സബ്ട്രാക്റ്റഡ് ആണെങ്കിലും ആഡഡ് ആണെങ്കിലും ഒക്കെ ഇനി ഞാൻ പറയുന്ന ഈ ഒറ്റ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. യു ഡോണ്ട് വാണ്ട് ടു ബോദർ അബൌട്ട് വെദർ ഇറ്റ്സ് സബ്ട്രാക്റ്റിംഗ്, വെദർ ഇറ്റ്സ് ആഡിങ്. യു ഹാവ് ടു കൺസിഡർ ദ വേരിയേഷൻ, ചേഞ്ച്, വാട്ട് കൈൻഡ് ഓഫ് എ ചേഞ്ച് ദാറ്റ് യു ഹാവ് ടു മേക്ക്. അപ്പോൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. വാല്യൂസിനെ ഇങ്ങനെ നിരത്തി എഴുതി. എന്നിട്ട് നിങ്ങൾ ഈ ആദ്യത്തെ 2 വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് അങ്ങ് എടുക്കുക. ഇത് ഒരു ടീം, ഇത് അടുത്ത ടീം എന്ന് കരുതിക്കോളൂ. ഇതിലെ ആദ്യത്തെ 2 വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു. 19ഉം 28ഉം 9 അല്ലേ. അടുത്ത 2 വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു. 55ഉം 91. അപ്പോൾ നമുക്ക് മനസ്സിലായത് 36 ആണ്. 36 കുറയ്ക്കുക. 91 ൽ 55 കുറയ്ക്കുക, അത്രയേ ഉള്ളൂ. ഇങ്ങനെ വന്ന ഡിഫറൻസുകൾ വേണമെങ്കിൽ റേഷ്യോ ആയിട്ട് സങ്കല്പിക്കാനുള്ള റൈറ്റ് നമുക്കുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1, ഇത് 4. എന്തുകൊണ്ടാ? 9 × 4 = 36. അങ്ങനെ റേഷ്യോ ആക്കിയാൽ സൗകര്യമുണ്ട്, കാൽക്കുലേഷൻ എളുപ്പമുണ്ട്. അപ്പോൾ ഇത്രയും വരെ ക്ലിയർ ആയല്ലോ. ഈ ഡിഫറൻസ് എടുത്തു, ഈ ഡിഫറൻസ് എടുത്തു. ഇനി പറയുന്ന പോയിന്റ് പ്രത്യേകം ശ്രദ്ധിച്ചോണം. നമുക്ക് ഈ 2 ടീമാണെന്ന് പറഞ്ഞു. ഇത് 2 ടീമാണ്. ഇതൊരു ടീം, ഇതൊരു ടീം. ഇവിടുത്തെ ആദ്യത്തെ വാല്യൂ ആണ് പരിഗണിക്കുന്നതെങ്കിൽ ഇവിടത്തെയും ആദ്യത്തെ വാല്യൂ പരിഗണിച്ചോണം. തുടർന്നുള്ള ഓപ്പറേഷൻ നിർബന്ധമില്ല. ഇവിടുത്തെ രണ്ടാമത്തെ വേണേൽ എടുക്കാം. അപ്പോൾ അവിടത്തെയും രണ്ടാമത്തെ എടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ശരി. ഇനി എന്താ ഓപ്പറേഷൻ? അപ്പം നമ്മൾ കുറയ്ക്കാൻ പോകുന്ന എക്സ് എന്താണ് എന്ന് കിട്ടാനുള്ള വഴിയെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഈ 19 4 ഗുണിച്ചു. 19 × 4 മൈനസ് സ്ട്രിക്ട്ലി മൈനസ്, വെദർ ഇറ്റ്സ് addition or subtraction, that's not a matter, minus. ഈ 55 × 1, 55 × 1. ഇവിടെ നിന്ന് അങ്ങോട്ടാണല്ലോ തുടങ്ങിയത്. അതുകൊണ്ട് ഈ 1 - 4 എന്ന് ഡിനോമിനേറ്ററും കൂടി ഇട്ടാൽ മതി. ശുഭമായി കഴിഞ്ഞു. ശരി. ഓർഡർ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓർഡർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോയിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ഇതിൽ നിന്ന് ഇങ്ങോട്ടാണ് ഫസ്റ്റ് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കുറയ്ക്കുമ്പോഴും 1 നിന്ന് തന്നെ 4 പോകണം. സാറിന് നമ്മൾ പറയുകയെ വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ മതിയെന്ന്. പക്ഷേ ഞാനിപ്പോൾ കോമൺ ആയിട്ടുള്ളൊരു മെത്തേഡ് പറയുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു അത് ആഡ് ചെയ്യുന്നതാകാം, സബ്ട്രാക്ട് ചെയ്യുന്നതാകാം. അതുകൊണ്ട് ഓർഡർ ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്ന ഔട്ട്പുട്ട് പ്ലസ് വാല്യൂ വന്നാൽ അതിൻ്റെ മീനിങ് ആഡ് ചെയ്യണമെന്നും മൈനസ് വാല്യൂ വന്നാൽ സബ്ട്രാക്ട് ചെയ്യണമെന്നുമാണ് എന്ന് മനസ്സിലായിക്കണം. അപ്പോൾ നമ്മൾ ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി 19 × 4 എത്രയാ? 38, 2 76 3 -55 ഡിവൈഡഡ് ബൈ -3 എന്നാണ് കേട്ടോ. -3 ശ്രദ്ധിച്ചോണം. -3 ഓർഡർ പറഞ്ഞ് ശ്രദ്ധിച്ചോണം. ഇവിടുന്ന് ഇങ്ങോട്ടാണ് എടുത്തത്, ഇവിടുന്ന് ഇങ്ങോട്ടാണ് എടുത്തത്. ദെൻ 1 നിന്ന് തന്നെ 4 കുറച്ചോണം.
അപ്പോൾ ഇവിടെ ഇതിനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ 21/-3 എന്ന് കിട്ടിയില്ലേ എന്ന് പറഞ്ഞാൽ അത് -7. -7. അപ്പോൾ ഒരു കാര്യം കൺഫ്യൂസ്ഡ് ആകരുത്. ഇവിടെ സബ്ട്രാക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അത് സബ്ട്രാക്ഷൻ ആണോ അഡീഷൻ ആണോ ഒന്നും നമ്മൾ നോക്കുന്നില്ല. വാട്ട് കൈൻഡ് ഓഫ് എ ചേഞ്ച് എന്ന് പറഞ്ഞാൽ 7 സബ്ട്രാക്റ്റ് ചെയ്യണം എന്നാണ്. 7 സബ്ട്രാക്റ്റ് ചെയ്യണം, അല്ലാതെ എക്സിൻ്റെ നേരിട്ടുള്ള വിലയല്ല 7 കേട്ടോ. കൺഫ്യൂസ്ഡ് ആകരുത്. എന്ത് ചേഞ്ച് ആണ് അവിടെ കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ്. വാട്ട് കൈൻഡ് ഓഫ് എ ചേഞ്ച്. അപ്പോൾ ഇവിടെ എക്സ് എന്ന് എഴുതേണ്ട, പകരം ചേഞ്ച് എന്നെഴുതിയാൽ മതി. വാട്ട് കൈൻഡ് ഓഫ് എ ചേഞ്ച്. കാരണം എക്സ് സബ്ട്രാക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സിൻ്റെ സൈൻ അപ്പം സ്വാഭാവികമായിട്ട് നെഗറ്റീവ് വന്നോളും. അപ്പോൾ ദെർഫോർ നമുക്ക് എന്താ സബ്ട്രാക്ട് ചെയ്യേണ്ടത്? 7. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്യുക. അപ്പോൾ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിച്ചോണം. ഇറ്റ്സ് എ വെരി ഇഫക്റ്റീവ് ടൂൾ. അപ്പോൾ അവിടെ നമ്മൾ കൊണ്ടുവരുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് പ്രൊപ്പോർഷണൽ, നമ്മൾ വിവിധ പ്രോപ്പർട്ടീസിനെ അവിടെ കൺസിഡർ ചെയ്യും. അപ്പോൾ അതിലെ ഡിവിഡൻഡോ എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് ഓഫ് പ്രൊപ്പോർഷനെ കുറിച്ചുകൂടി നമ്മൾ അവിടെ ഒന്ന് മനസ്സിലാക്കി വെച്ചോണം. എന്താണ് ഈ പ്രോപ്പർട്ടീസ് ഓഫ് പ്രൊപ്പോർഷൻ? അപ്പോൾ അതുകൂടി ഈ ഒരു സിറ്റുവേഷനിൽ ഒന്ന് നമുക്ക് ടച്ച് ചെയ്തു പോകാം. പ്രോപ്പർട്ടീസ് ഓഫ് പ്രൊപ്പോർഷൻ. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് പ്രൊപ്പോർഷൻ. അപ്പോൾ ഇവിടെ ഒന്ന് കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. ഇഫ് A/B = C/D, ഇങ്ങനെ ഒരു പ്രൊപ്പോർഷൻ ഉണ്ടെങ്കിൽ A/B = C/D, then ഇതിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താമെന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി വരുന്നത്. ഇതിനെ നേരെ തിരിച്ചിടാന്ന് വെച്ചാൽ B/A = അപ്പോൾ ഇപ്പുറത്തും തിരിച്ചിട്ടാൽ മതി, D/C എന്ന് എഴുതാം. ഇങ്ങനെ എഴുതാം എന്ന് പറയുന്ന ഈ പ്രൊപ്പോർഷൻ്റെ ഈ പ്രോപ്പർട്ടിയുടെ പേരാണ് ഇൻവെർട്ടൻഡോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അടിസ്ഥാന റിലേഷൻ ഉണ്ടെങ്കിൽ അതിനെ തലതിരിച്ചെഴുതാൻ രണ്ടിടത്തും അതൊരു പ്രോപ്പർട്ടിയാണ്. അതിനെ വിളിക്കുന്നവരാണ് ഇൻവെർട്ടൻഡോ. ഇനി രണ്ടാമത്, നമുക്ക് ഇവരെ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യാം. ബി യും സിയും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയുടെ സ്ഥാനത്ത് സിയും സിയുടെ സ്ഥാനത്ത് ബിയും എഴുതാം. ഇങ്ങനെ എഴുതാം. ഇതിനെ വിളിക്കുന്ന പേരാണ് ഓൾട്ടർനെൻഡോ. ഇനി മൂന്നാമത്തെ ആളെ ശ്രദ്ധിച്ചോണം. മൂന്നാമത്തെ ആള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് സ്ഥലത്തും നമ്മളൊരു +1 ആഡ് ചെയ്യുന്നതിനെ കുറിച്ച് സങ്കല്പിച്ചു. ഇപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, A/B +1, C/D +1. രണ്ടിടത്തും +1 ആഡ് ചെയ്യുന്നതുകൊണ്ട് വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പോൾ എന്താ സംഭവിക്കുക? ഇത് A+B/B എന്നാകില്ലേ? ഇവിടെ എന്ത് വരും? C+D/D എന്നാകില്ലേ? അതൊരു പ്രോപ്പർട്ടിയാണ്. ഇങ്ങനെ എഴുതാം എന്നുള്ളത്. അപ്പോൾ അടുത്ത വന്നു, അത് A+B/B = C+D/D. ഇതിനെ വിളിക്കുന്ന പേരാണ് കോമ്പണൻറ്റോ. ഈ പ്രോപ്പർട്ടിയാണ് കോമ്പണൻറ്റോ. അപ്പോൾ അടുത്ത പ്രോപ്പർട്ടി നമുക്ക് മനസ്സിലായി. മൂന്നാമത്തെ പ്രോപ്പർട്ടി അങ്ങനെ വന്നെങ്കിൽ ഇനി സബ്ട്രാക്ട് ചെയ്യുന്ന വെർഷൻ എടുക്കരുതോ? എന്താ? A-B/B = C-D/D. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഡിവിഡൻഡോ. ദിസ് ഈസ് ഡിവിഡൻഡോ. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ നമ്മൾ ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഈ ഡിവിഡൻഡോ പ്രോപ്പർട്ടിയാണ്. നിങ്ങൾക്ക് ഇതിന് അടുത്ത് പറയാൻ പോകുന്ന ഈ കോമ്പണൻറ്റോയും ഡിവിഡൻഡോയും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടി വേണേലും അപ്ലൈ ചെയ്യാം. ഇവിടെ അഞ്ചാമതായിട്ട് ഈ മൂന്നാമത്തെ പ്രോപ്പർട്ടിയെ നാലാമത്തെ പ്രോപ്പർട്ടിയായിട്ട് കമ്പൈൻ ചെയ്യുക. അതായത് ഇതിനെ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ സംഭവിക്കുക? അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് A+B/A-B = C+D/C-D. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് കോമ്പണൻറ്റോ ഡിവിഡൻഡോ. ചേർത്താണ് പറയുന്നത് കേട്ടോ, കോമ്പണൻറ്റോ ഡിവിഡൻഡോ. അപ്പോൾ നമുക്ക് ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു മെത്തേഡില്ലേ, അത് ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പോൾ അതിനെ നിങ്ങൾ സ്വയം ചിന്തിച്ചോ കേട്ടോ, എങ്ങനെയാണ് അത് കൊണ്ടുവന്നത്. അപ്പം എങ്ങനെയാണ് കൊണ്ടുവന്നതെന്നുള്ള പ്രൂഫ് നിങ്ങൾ അറിഞ്ഞിരിക്കണം നിർബന്ധമൊന്നുമില്ല. അല്ലാതെ നമുക്ക് ചെയ്യാൻ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയോ. ഫൈനലി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. വെൻ എക്സ് ഈസ് ആഡഡ് ടു ഈച്ച് ഓഫ്, അപ്പോൾ ഇവിടെ ആഡഡ് എന്നുള്ള കേസ് വന്നേ 9, 15, 21, 31 ദ നമ്പർ സോ ഒബ്റ്റെയിൻഡ് ഇൻ പ്രൊപ്പോർഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷൻസിൽ നിന്ന് എടുത്ത് പ്രയോഗിക്കാമോ? ഇല്ല. കാരണം what is the mean proportion between the numbers 3x - 2 and 5x + 2? അപ്പോൾ ഓപ്ഷൻസ് എക്സിൻ്റെ വിലയല്ല,
എക്സ് കണ്ടുപിടിച്ചിട്ട് അത് അപ്ലൈ ചെയ്ത് രണ്ട് നമ്പേഴ്സ് ഉണ്ട്, അതിൻ്റെ മീൻ പ്രൊപ്പോർഷനെ കുറിച്ചാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് എക്സിനെ ആദ്യമേ കണ്ടുപിടിക്കണം. അപ്പം 9 ഉണ്ട്, 15 ഉണ്ട്, 21 ഉണ്ട്, 31 ഉണ്ട്. രണ്ട് ടീമായിട്ട് തിരിച്ചു. ഇവിടുത്തെ ഡിഫറൻസ് എടുത്തു 9, 6, 15. ഇവിടുത്തെ ഡിഫറൻസ് എടുത്തു 21, 10, 31. അവയുടെ റേഷ്യോ എടുത്തു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇത് 3:5 എന്ന് വന്നു. ഇവിടുത്തെ ആദ്യത്തെ ആൾ ഇൻറ്റു 5. അപ്പോൾ ഇവിടുത്തെ എക്സിനെ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ 9 × 5 മൈനസ് ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു 21 × 3 ഡിവൈഡഡ് ബൈ ഇവരെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്തു 3 - 5 ഇതല്ലോ ഓർഡർ അങ്ങനെ തന്നെ എടുത്തോണം. അപ്പോൾ ഇവിടെ നമുക്ക് 45 - 63 ബൈ -2 എന്ന് വന്നു. അപ്പോൾ 45 - 63 എത്രയെന്ന് വന്നോളും? 18 വരും അല്ലേ? -18 ബൈ -2 എന്ന് പറയുമ്പോൾ 9 എന്ന് വന്നില്ലേ? പോസിറ്റീവ് 9. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യേണ്ട വാല്യൂ 9 എന്ന് മനസ്സിലാക്കണം. അപ്പോൾ 9 എക്സിൻ്റെ വില എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇനി അത് വെച്ചിട്ട് 3x - 2 5x + 4 എന്താണ് എന്നുള്ളത് കണ്ടുപിടിച്ചാൽ പോരെ? അപ്പോൾ ആദ്യം നമ്മൾ കൊണ്ടുവരുന്നു എന്താണ് 3x - 2. അപ്പോൾ 3 × 9 - 2 മനസ്സിലായി. 27 - 2 25. അടുത്ത ആളെ കൊണ്ടുവന്നു 5x + 4. അപ്പോൾ 5 × 9 + 4. അപ്പോൾ 9 45 + 4 49. ഇങ്ങനെ വന്ന രണ്ട് സംഖ്യകളുടെ മീൻ പ്രൊപ്പോർഷണലാണ്. therefore mean proportional of these two values 25 and 49. എങ്ങനെയാണ് മീൻ പ്രൊപ്പോർഷണൽ കണ്ടുപിടിച്ചേ? മീൻ പ്രൊപ്പോർഷണൽ പ്രോഡക്റ്റിൻ്റെ റൂട്ട്. അപ്പോൾ 25 × 49. ഇപ്പോൾ 25 49 മൾട്ടിപ്ലൈ ചെയ്യണോ? വേണ്ട, ഇതിൻ്റെ റൂട്ട് എഴുതിയാൽ മതി. 25ൻ്റെ റൂട്ട് 5, 49ൻ്റെ റൂട്ട് 7, 7 35 എന്ന് കിട്ടിയില്ലേ? സോ ദ ആൻസർ ഈസ് 35. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ആ സ്റ്റെപ്പ് ഓഫ് ഓപ്പറേഷൻ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ്സ് എ ഫ്രീക്വൻലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ഇൻ ഓൾ ദ ലെവൽസ് ഓഫ് എക്സാംസ്. SSCയുടെ ഒരു ഫേവറേറ്റ് ഏരിയ തന്നെയാണ് ഇത് കേട്ടോ. അതുകൊണ്ട് അതിനെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പ്രൊപ്പോർഷൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സുകളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത്. വളരെ 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 പ്രധാനപ്പെട്ട സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് കോൺസെപ്റ്റ്സ് ആയിരുന്നു. അപ്പോൾ അതിനെ കൃത്യമായിട്ട് അരച്ച് കലക്കി കുടിച്ച് പഠിച്ചോളാം. റൈറ്റ്. അപ്പോൾ തൽക്കാലം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.